ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു വിഷു സ്പെഷ്യൽ വിഷുക്കട്ടയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും ഒക്കെ കാലമാണ് ഏപ്രിൽ മാസത്തിലെ വിഷുക്കാലം. ഇനി നമുക്ക് തൃശ്ശൂർ സ്പെഷ്യൽ വിഷുക്കട്ട ടേസ്റ്റിയായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വിഷുക്കട്ട തയ്യാറാക്കാൻ വേണ്ടി 240 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുക, സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഞാൻ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ ഉണക്കലരി എന്ന് പറയും. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പച്ചനെല്ല് കുത്തി എടുക്കുന്ന അരി കൊണ്ടായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് പച്ചനെല്ല് കുത്തിയ അരി വാങ്ങിക്കാൻ കിട്ടും കടകളിലെല്ലാം, ഉണക്കലരി എന്ന് പറയും. അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് പച്ചരി കൊണ്ടും തയ്യാറാക്കാം, പിന്നെ അതുപോലെ ബസുമതി റൈസിനും തയ്യാറാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നെല്ല് കുത്തിയ പച്ചരിയാണ്, ഉണക്കലരി. ഇതാകുമ്പം കൂടുതൽ നല്ലതാണ്, ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് തയ്യാറാക്കാം. ഇത് 2 കപ്പ് കട്ടിപ്പാലാണ്, ഒന്നാം പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. വലിയ 2 തേങ്ങ ചിരവി 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞ് എടുത്തു വെച്ച ഒന്നാം പാലാണ് ഇത്. 2 കപ്പ് പാലുണ്ട്, ഇത് കട്ടിപ്പാൽ. ഇത് 2ാം പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. തേങ്ങ അരച്ച് 1ാം പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്, കട്ടിപ്പാൽ 2 കപ്പ്. ഇത് ഈ കപ്പിന് 8 കപ്പ് പാലുണ്ട്, 2ാം പാൽ. കുറച്ച് നേർത്ത പാലായത്. തേങ്ങ അരച്ച് പിഴിഞ്ഞ് പാലെടുക്കാൻ പറ്റില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് എത്ര വാങ്ങിക്കുന്നോ അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് പകുതി വെള്ളവും ചേർത്തിട്ട് നമ്മൾ അരി വേവിച്ചെടുത്തിട്ട് പിന്നെ പകുതി പാൽ ലാസ്റ്റ് ഒഴിച്ച്, കട്ടിപ്പാൽ ലാസ്റ്റ് ഒഴിച്ച് വേവിച്ച് പറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് തയ്യാറാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അത് ചൂടായിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമുക്ക് ഈ 2ാം പാൽ 8 കപ്പ് പാലുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഫുള്ളിലിട്ട് നല്ലപോലെ തിളപ്പിക്കണം. അവിടെ ചൂടായിക്കൊണ്ടിരിക്കുക, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ചൊന്ന് കുറച്ച് പറ്റിയതിന് ശേഷമേ ഞാൻ അരി ഇടുന്നുള്ളൂ. കാര്യം എൻ്റെ തേങ്ങയ്ക്ക് പാൽ കൂടുതലുള്ളതായതുകൊണ്ടാണ് ഇത്രയും പാലെടുക്കാൻ പറ്റിയത്. മുഴുക്കപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്ത്, അതുകൊണ്ട് ഇച്ചിരി കൂടിയത് കേട്ടോ. നിങ്ങൾക്കിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് വേണമെങ്കിലും പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കുറച്ച് പറ്റിയതിന് ശേഷം ഞാൻ അരി ഇടുന്നുള്ളൂ. ഇത് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കട്ടിപ്പാത്രം മാത്രമേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ. കട്ടിപ്പാത്രമാണെങ്കിൽ മാത്രമേ നമ്മൾ നല്ലപോലെ ഇളക്കി റെഡിയാക്കണത്, അടിക്ക് പിടിക്കാതെ. പെട്ടെന്ന് അടിക്ക് പിടിക്കും തേങ്ങാപ്പാൽ. പിത്തളയുടെയോ ചെമ്പിൻ്റെ ഏതെങ്കിലും നല്ല ഏത് പാത്രമായാലും മതി, നല്ല കട്ടിപ്പാത്രത്തിലായിരിക്കണത് തയ്യാറാക്കാനാണ്. നമ്മുടെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് അരിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും തേങ്ങാപ്പാൽ എടുത്ത്. 1 കപ്പ് അരിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1ാം പാൽ 1 കപ്പും 2ാം പാൽ 4 കപ്പും മതി. നല്ലപോലെ കൈയെടുക്കാതെ പെട്ടെന്നങ്ങ് ആവും കേട്ടോ. ഇതിപ്പോൾ കുറുകിഞ്ഞ് വരും. ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നവരും ഉണ്ട്, പക്ഷേ ഞാനിതിൽ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നില്ല. പിന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ട് പഞ്ചസാര കൂട്ടി വേണേൽ കഴിക്കുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി കൂട്ടി കഴിക്കുക. ഇതിന് മാങ്ങാക്കറിയുണ്ട്, പിന്നെ വിഷു സ്പെഷ്യൽ മാങ്ങാക്കറിയുണ്ട്, അത് കൂട്ടിയും കഴിക്കുന്നവരുണ്ട്. ഇഷ്ടമുള്ളത് കൂട്ടി നമുക്കിത് കഴിക്കാം. കൈയെടുക്കാതെ ഇളക്കി നല്ലപോലെ പറ്റിക്കണം. അത് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി റെഡിയാക്കി എടുക്കണം. നല്ലപോലെ കട്ടിയായി വരണം. ഇത് പറ്റി അരി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കുറുകി പറ്റിഞ്ഞ് വരും. നമ്മുടെ അരിയും പാലും കൂടെ നല്ലപോലെ കുറുകി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ പകുതി 1/4 ഭാഗം വേവായി അരി. ഓവർ കുക്കാവരുത്, അന്നേരം രുചി കുറയും. ഇനി നമുക്കിതിലേക്ക് 1ാം പാലെടുത്ത 2 കപ്പ് പാൽ, ഇത് കട്ടിപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും, ഇട്ട് കൊടുക്കാം.
1 കപ്പിന് തയ്യാറാക്കുവാണെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കും. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കണം. ഇതാണ് വിഷുക്കട്ടയുടെ പ്രത്യേകത. ഈ തേങ്ങാപ്പാലും ജീരകവും അരിയെല്ലാം കൂടെ ഇങ്ങനെ വെന്ത് കുറുകി പറ്റി വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും അത്. ഈ തേങ്ങാപ്പാലും അരിയും കൂടെ കുറുകി വന്ന് 1-ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ പിന്നെ ഇളക്കിയെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. ഇല്ലെങ്കിൽ നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്നാവുന്ന ഇത്ര പെട്ടെന്നായതായത് കണ്ട, നമ്മുടെ അരിയും പാലും എല്ലാം പറ്റി കുറുകിയിട്ടുണ്ട്. കണ്ട, ഇതുപോലെ വിട്ട് വിട്ട് വരണം. കണ്ട, ഇതാ കുറച്ചുകൂടെ ഒന്നായിക്കോട്ടെ. നല്ലപോലെ കട്ടിയായിട്ടുണ്ട്, നല്ലപോലെ വിട്ട് വിട്ട് വരുന്നുണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണ വരെ തെളിഞ്ഞ് വരുന്നു. അത് അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പരുവം അതാ, അത് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ലപോലെ ഉരുണ്ടുരുണ്ടിഞ്ഞ് വരുന്നുണ്ടോ? അതിൻ്റെ ശരിയായ രീതിയിൽ കിട്ടിയെന്നുള്ളതാണ്. ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി ഇതിൽ കുറച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, ഇതിൽ കൂട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം. അത് വീട്ടിലെ ആളിൻ്റെ അനുസരിച്ച് നമുക്ക് തയ്യാറാക്കാം. 1 കപ്പിലോ 1/4 കപ്പിലോ 2 കപ്പിലോ 4 കപ്പിലോ ഒക്കെ തയ്യാറാക്കാം. ഇനി നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കണം. നിരത്തി നല്ലപോലെ നിരത്തണം. എന്നെങ്കിൽ നമ്മുടെ ഹൽവയുടെയൊക്കെ കൂട്ട് നല്ല ഷേപ്പിന് കിട്ടത്തുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ നിരത്തി റെഡിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇത് തണുക്കുമ്പോഴേക്കും ഇത് കൂട്ടി കഴിക്കാനുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പേ വെച്ച് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 10 പീസ് ശർക്കരയാണ് ഞാൻ ഇടുന്നത്. ഇത് ഓർഗാനിക് ശർക്കര, മണ്ണൊന്നും ഉള്ളതല്ല. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ശർക്കര ചേർത്ത് പാനി ഉണ്ടാക്കി എടുക്കുക. കണ്ട, ശർക്കര പാനിയായിട്ടുണ്ട്. ഇത് കണ്ട, ഇതേപോലെ ആവണം. കുറച്ച് കട്ടിക്കായിരിക്കണം, ഒത്തിരി അങ്ങ് ലൂസാവരുത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ശർക്കര നമ്മൾ അരിക്കുന്നില്ല. മണ്ണുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. അതിന് ശേഷമേ ഏലക്കാപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കാവുള്ളൂ. ഇതിൽ മണ്ണൊന്നും ഉള്ളതല്ല, ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അതിനകത്ത് ഏലക്കാപ്പൊടി ഇട്ടതാണ്. ശർക്കരപ്പാനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഉണ്ട്, ഇത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെ കുറച്ചൊന്ന് കട്ടിക്കിരിക്കണം. ഒരു നൂല് പരുവാവുന്ന പോലെ ഇരിക്കണം, ഒത്തിരി ലൂസായിട്ടിരിക്കരുത്. 1 മണിക്കൂർ ആയിട്ടുണ്ട്, നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. വിഷു സ്പെഷ്യൽ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ശർക്കരപ്പാനിയെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.